Hello, welcome back to another beautiful episode from Mama's Kitchen. സീരിയസ്ലി സ്പീക്കിംഗ്, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്നിട്ടൊരു വീഡിയോ ചെയ്യണത്. അതിൻ്റേതായിട്ടുള്ള എല്ലാ ടെൻഷനും പേടിയും എനിക്കുണ്ട്. പക്ഷേ സ്റ്റിൽ ഈ ഒരു വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ 500 സബ്സ്ക്രൈബറിലേക്ക് എടുക്കാൻ പോവാണ്. നോട്ട് 500K, ജസ്റ്റ് 500. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ആ 500 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് 500 എന്നുള്ളതല്ല. എനിക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അമ്മമാസ് കിച്ചൺ എന്നുള്ള ചാനലിൽ 500 സബ്സ്ക്രൈബേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ് ഫോർ മീ. ഞാൻ എപ്പോഴും അമ്മാനോട് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു റൂമിൽ 100 പേരെ ഇരുത്തിക്കൊണ്ട് നമ്മളൊരു കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എത്രത്തോളം തിരക്കുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടി നടത്തുമ്പോൾ അവിടെ ഒരു 100 പേരുണ്ടെന്നുണ്ടെങ്കിൽ എത്ര തിരക്കായിരിക്കും നമുക്ക് അനുഭവപ്പെടുക. അതേപോലെ ഒരു ചാനലിൽ ഇപ്പം ഞാനത് എടുക്കുന്ന സമയത്ത് 464 സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ എനിക്കുള്ളത്. അപ്പോൾ ഈ 464 പേര് നമ്മളൊരു ഹാളിലേക്ക് ഇരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹ്യൂജ് നമ്പർ, റൈറ്റ്? അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം, എന്നെപ്പോലെ ഒരു ഓർഡിനറി പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് എ ഹ്യൂജ് നമ്പർ. സോ ഐ എം റിയലി ഹാപ്പി ദാറ്റ് ഐ എം ഗെറ്റിംഗ് ഇൻ ടു 500 സബ്സ്ക്രൈബേഴ്സ്. അത് എൻ്റെ മാത്രം ഒരു കഴിവല്ല. അമ്മമ്മാൻ്റെ കുക്കിംഗ് കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റെസിപ്പീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഈ ചാനൽ കാണുന്നതെന്നറിയാം. എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയിട്ടുള്ളത് അമ്മമ്മാൻ്റെ ഇഡ്ഡലിപ്പൊടിക്കാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഡേ ടു ഡേ ബേസിസിൽ ചെയ്യുന്നൊരു സംഭവമാണ് ഇഡ്ഡലിപ്പൊടി എന്നുള്ളത്, അല്ലെങ്കിൽ പാലക്കാട്ടിലെ പുട്ടുപ്പൊടി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡേ ടു ഡേ ബേസിസിൽ ചെയ്യുന്നൊരു സംഭവം 10,000 പേര്, 9.4K ആണ് ഇതിൻ്റെ വ്യൂസ്. അപ്പോൾ അത്രയും ആൾക്കാരത് കാണുക. കുറേ പേര് നമ്മുടെ അടുത്ത് പേഴ്സണലായിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട് ഇഡ്ഡലിപ്പൊടിയുടെ റെസിപ്പി അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ചതൊരു വലിയ കാര്യമാണ്. അപ്പോൾ നമ്മൾ അറിയുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും, അപ്പോൾ കുറേ പേരുണ്ടാവും. അപ്പോൾ ഈ 500 സബ്സ്ക്രൈബേഴ്സിലേക്ക് നമ്മളിങ്ങനെ അടുത്തോണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മമാസ് കിച്ചൺ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ എന്തിനാണോ ചാനൽ തുടങ്ങിയത്, അമ്മൻ്റെ റെസിപ്പീസ് എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ചാനൽ തുടങ്ങിയതിൻ്റെ ലക്ഷ്യമെങ്കിൽ, ഞാൻ ചില സമയങ്ങളിൽ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഈ മണമൊക്കെ ആൾക്കാർക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എത്രമാത്രം നന്നായിട്ടുണ്ടാവും എന്ന് ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ ഞാൻ ആലോചിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മയുടെ രുചിക്കൂട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, നിങ്ങൾക്കതൊന്ന് ടേസ്റ്റ് നോക്കാൻ അല്ലെങ്കിലും സാധിച്ചു എങ്കിൽ ഇറ്റ് ഈസ് എ ഗ്രേറ്റ് തിങ്, റൈറ്റ്? അപ്പം ഞാൻ വെറുതെ ചില ഇതിൽ പറയുന്നൊന്നുമല്ല ദാറ്റ് എന്തൊരു സ്വാദാണ് അമ്മ ഉണ്ടാക്കുന്ന ഫുഡിന് ചുമ്മാ പറയുന്നൊന്നുമല്ല. ഐ ആക്ച്വലി റിയലി മീൻ വെൻ ഐ സേ ദാറ്റ്, ബിക്കോസ് അത്രയും സ്വാദാണ് അമ്മയുടെ ഫുഡിന്. അപ്പോൾ അത്രയും സ്വാദുള്ള ഫുഡ് നിങ്ങളിലേക്ക് ഒരു ചെറിയ ഗിവ് അവേ എന്നുള്ള രീതിയിലേക്ക് എത്തിക്കണം എന്നെനിക്ക് നല്ല ആഗ്രഹമുണ്ട്. എല്ലാവരിലേക്ക് എത്തിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ഈ സബ്സ്ക്രൈബേഴ്സിൽ വല്ല 5-10 പേരെ നമുക്ക് തിരഞ്ഞെടുത്തിട്ട് എത്തിക്കാം എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് തിങ്. കാരണം ഞാൻ അറിയാത്ത നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കുറച്ച് പേർക്ക് നമ്മുടെ അമ്മമ്മാൻ്റെ സ്വാദിഷ്ടമായ എന്തെങ്കിലും സംഭവങ്ങൾ എത്തിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് എ ഗ്രേറ്റ് തിങ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നല്ല മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മാങ്ങ അച്ചാറുണ്ടാക്കിയിട്ട്, നല്ല പാലക്കാടൻ സ്റ്റൈലിൽ നല്ല കടുകൊക്കെ വറുത്തിട്ടുള്ള അച്ചാറുണ്ടാക്കിയിട്ട് അതൊരു 5-10 പേർക്ക് എത്തിക്കണം എന്നുണ്ട്. അപ്പോൾ റാൻഡം ആയിട്ടൊരു 5 പേരോ 10 പേരോ അപ്പത്തെ കണ്ടീഷൻ അനുസരിച്ച് തിരഞ്ഞെടുക്കാം. അപ്പോൾ കൂടുതലും ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് 5-ാം തീയതി ആയിരിക്കും. അപ്പോൾ 5-ാം തീയതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 days ആഫ്റ്റർ, ഒരു 15th നമുക്ക് തിരഞ്ഞെടുക്കാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ നിന്നിട്ട്. അപ്പം അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്നേ ഉള്ളൂ. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ താഴെ നിങ്ങളുടെ പേര് കമൻറ്റ് ചെയ്യുക, ഒപ്പം 2 കൂട്ടുകാർക്ക് അത് അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക ഈ വീഡിയോ. കൂടാതെ കമൻറ്റിന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റിൽ നിന്നായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ക്ലിയർ ആയല്ലോ? ഇത് സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഇങ്ങനെ ചെയ്യാം. ഇനി നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അമ്മമ്മൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് അറിയണം. അമ്മമ്മ ഉണ്ടാക്കുന്ന ഫുഡ്, അമ്മമ്മൻ്റെ ടേസ്റ്റ് അല്ല കേട്ടോ, അമ്മമ്മ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് എന്താണ് എന്നറിയണമെങ്കിൽ, നിങ്ങൾക്ക് ആസ്വദിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് എ റിയൽ ഒതാൻറ്റിക് ടേസ്റ്റ്. കൂടുതലും പാലക്കാടൻ സ്വാദായിരിക്കും കേട്ടോ. പിന്നെ ചിലപ്പോൾ അമ്മ കൊച്ചിക്കാരി ആയതുകൊണ്ട് കൊച്ചി ഫ്ലേവേഴ്സും ഇടയിൽ കയറി വരാനുള്ള സാധ്യതയുണ്ട്. ബട്ട് സ്റ്റിൽ ഞങ്ങൾ മാങ്ങാച്ചാറാണ് തരാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നല്ല
കടുക് പരിപ്പൊക്കെ ഇട്ട് വറുത്തെടുക്കുന്ന എണ്ണയിലൊക്കെ നല്ല നല്ലെണ്ണയിലൊക്കെ മൂപ്പിച്ചെടുക്കുന്ന അമ്മയുടെ അച്ചാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഹെവൻ ഫോർ മീ. നല്ല പഴങ്കഞ്ഞിയും തൈരും ഒക്കെ ഒഴിച്ചിട്ട് ഈ അച്ചാർ മാത്രം ഉണ്ടെങ്കിൽ വേറെ ലെവലായിരിക്കും. അപ്പോൾ ആ ഒരു അച്ചാർ നമുക്ക് ഒരു 10 പേർക്ക് കൊടുക്കണം എന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ പേര് താഴെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് പേര് താഴെ കമൻറ്റ് ചെയ്യുക. എന്നിട്ട് 2 പേർക്ക് ഷെയർ ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് 15th of this month, 15th of April 2025 തിരഞ്ഞെടുക്കും. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റിലുള്ള ഒരു 5 പേരെയോ 10 പേരെയോ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് അമ്മമ്മ ഉണ്ടാക്കിയ ഉണ്ടാക്കുന്ന റെസിപ്പിയും ഞാൻ കാണിക്കാം കേട്ടോ. വീഡിയോയിൽ കാണിക്കാൻ. ഉണ്ടാക്കുന്ന നേരത്ത് മാങ്ങ ഉണക്കാൻ ഇട്ടേക്കുവാണ്. അപ്പോൾ ഉണക്കി എടുക്കുന്ന മാങ്ങ കൊണ്ടുള്ള അച്ചാർ ഉണ്ടാക്കുന്ന റെസിപ്പിയും ഞാൻ കാണിച്ചുതരാം. അപ്പോൾ അത് ചെയ്യുന്നത് ആ ചെയ്തെടുത്ത അച്ചാറായിരിക്കും നിങ്ങൾക്ക് ഞാൻ എന്താ പറയുക പാഴ്സൽ ചെയ്ത് തരിക. അപ്പോൾ അങ്ങനെ രുചിക്കൂട്ട് ആസ്വദിക്കണം എന്നുള്ളവർക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഒപ്പം ഇത്രയും നാൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരു 1.5 വർഷമായി ഞങ്ങൾ ചാനൽ തുടങ്ങിയിട്ട്. കമ്പാരിറ്റീവ്ലി യൂട്യൂബിൻ്റെ മറ്റ് കണ്ടീഷൻസൊക്കെ വെച്ച് നോക്കുമ്പോൾ 1.5 വർഷം കൊണ്ട് എത്തേണ്ട സബ്സ്ക്രൈബേഴ്സ് അല്ല ഞാൻ എത്തി നിൽക്കുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും വീഡിയോ ഇടുന്ന ഒരാളല്ല. മാസത്തിൽ ചിലപ്പോൾ ഒരു വീഡിയോ ആയിരിക്കും ഇടുക. ചിലപ്പം ഒരു മാസം ഞാൻ ഇപ്പോൾ നന്നായിട്ട് വീഡിയോസ് ഇടാറുണ്ട്. പക്ഷേ ഡെയിലി വീഡിയോ ഇടുന്ന ഒരു വ്ളോഗറൊന്നുമല്ല ഞാൻ. എനിക്ക് ഒരു പാഷനാണ് ഇത്. അല്ലാതെ നമുക്കിതൊന്ന് സമ്പാദിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതെന്നല്ല. ഇതൊരു പാഷൻ. കാരണം എൻ്റെ അമ്മ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഇത്രയും കാലമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ അടുത്തറിയുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ ഹൗ മച്ച് ടേസ്റ്റിയർ മൈ ഫുഡ് വാസ്. പക്ഷേ ആരും അപ്രീഷിയേറ്റ് ചെയ്യാറില്ല, അല്ലെങ്കിൽ ആരും അംഗീകരിക്കാറില്ല ഹൗ ഗുഡ് ഷീ ഈസ് ഇൻ ഹർ കുക്കിംഗ്. പക്ഷേ ഇപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ് കുക്ക് ചെയ്യാൻ. ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് പറയുമ്പോൾ അമ്മ വിൽ ബി ഗെറ്റ് എക്സൈറ്റഡ്. കാരണം അമ്മ ചെയ്ത് ഞങ്ങൾ മക്കൾ മാത്രം കഴിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവത്തിൻ്റെ റെസിപ്പീസ് എല്ലാവരിലേക്ക് എത്തിക്കുക. കുറേ പേര് നേരിട്ടോ അല്ലാതെയോ കമൻറ്റിലൂടെയൊക്കെ പറയുക. സോ ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് എ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്. സോ അതുകൊണ്ട് അതിലുള്ള ഒരു സന്തോഷ പ്രകടനം മാത്രമാണ്. കൂടാതെ 18th of this month എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ 40th വെഡിങ് ആനിവേഴ്സറിയും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സെലിബ്രേഷൻ എന്നുള്ള നിലയിലും കൂടിയിട്ടാണ് കേട്ടോ ഇത്. സെലിബ്രേഷൻ അല്ല, ഒരു സന്തോഷം പങ്കുവയ്ക്കുക. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന മാങ്ങാച്ചാറ് നിങ്ങൾക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഒപ്പം ലൈക്ക് കൂടുതൽ കിട്ടുന്ന കമൻറ്റിന് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഗിവ് അവേ ചെയ്യുക. അപ്പോൾ ദിസ് ഈസ് എ ഗിവ് അവേ ഫോർ യു ഓൾ മൈ ഡിയേഴ്സ്. So please support my channel if you really likes my recipes, not my recipe, my amma's recipe. And what else? വേറൊന്നുമില്ല. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ജീവിതം ചെറുതേ ഉള്ളൂ. കിട്ടുന്ന മൊമെൻറ്റ്സ് എല്ലാം മാക്സിമം എൻജോയ് ചെയ്യുക. ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ് എൽസ്. ബി ഹാപ്പി ഫോർ വാട്ട് വി ആർ. സോ ദാറ്റ്സ് ഇറ്റ്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക ആൻഡ് ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ബൈ ആൻഡ് love you all.